നമസ്കാരം. ജയശങ്കർ ഒറ്റപ്പാലം, വള്ളുവനാട് മാട്രിമോണിയൽ. ഇന്ന് പറയാൻ പോകുന്ന പെൺകുട്ടി അഞ്ജന ഉണ്ണി, കെ, ഇനീഷ്യൽ കെ, മകൻ നക്ഷത്രം, 28 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. ഹോറോസ്കോപ്പ് മാൻഡേറ്ററി തന്നെയാണ് അവർക്ക്, തർക്കങ്ങളൊന്നുമില്ല അതിൽ. ദോഷം 1.5 ദോഷമാണ് ജാതകത്തിൽ പറയുന്നത്. ഞാൻ പലപ്പോഴും സൂചിപ്പിക്കുന്ന കാര്യം ഇവിടെ ഒന്നും കൂടെ ഞാനത് പരാമർശിക്കുകയാണ്. ഈ 1.5 ദോഷം എന്ന് പറയുന്നത് ഓരോരോ പണിക്കന്മാർ അല്ലെങ്കിൽ ജ്യോത്സ്യർ നോക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ ജാതകം എടുത്ത് ഞാൻ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് 1 ദോഷമേ ഉണ്ടാവുള്ളൂ, വേറെ വല്ലവരും നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 2 ദോഷം ഉണ്ടാവാം. അപ്പോൾ ഇത് എപ്പോഴും ഒരു ഫിക്സഡ്, അതായത് ഇത്ര കൃത്യമാണ് എന്നൊന്നും ആർക്കും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ അറിവ് വെച്ചിട്ടും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരാൾക്കും അതങ്ങനെ കൃത്യമായിട്ട് ഇത്ര നമുക്കിങ്ങനെ ലിറ്റർ കണക്കിനോ കിലോ കണക്കിനോ ഒന്നും പറയുന്ന പോലെ ഒന്നും പറയാൻ പറ്റില്ല. ഇതിനൊക്കെ കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 1.5 ദോഷം അല്ലെങ്കിൽ 1 ദോഷമുള്ള പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ 2 ദോഷക്കാർ മാത്രമേ നോക്കാവൂ എന്നൊന്നുമില്ല. 1.5 ദോഷക്കാരും നോക്കാം, 1 ദോഷക്കാരും നോക്കാം, 1 ദോഷം താഴെയുള്ളവർക്ക് നോക്കാം. ചിലപ്പോൾ അത് മാച്ചാവും. എക്സെപ്ഷണൽ കേസ് അതൊക്കെ മാച്ചാവും ചില സമയങ്ങളിൽ. അത് നിങ്ങൾ നോക്കുന്നതിനനുസരിച്ചിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ പണിക്കർ, നിങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ജ്യോതിഷം നോക്കുന്നതിൻ്റെ ഡിപ്പെൻഡ് ചെയ്യും അതൊക്കെ. അപ്പോൾ അഞ്ജന ഉണ്ണിയെക്കുറിച്ച് ഞാൻ ഒരിക്കൽ കൂടെ മറ്റുള്ള കാര്യങ്ങളെല്ലാം പറയാം. അഞ്ജന ഉണ്ണി 28 വയസ്സാണ്. ആ കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ വന്നിട്ട് MSc മാത്തമാറ്റിക്സ് ആണ് ആ കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ. മേഴ്സി കോളേജ് പാലക്കാട്ട് നിന്നാണ് പാസ്സായിരിക്കുന്നത്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അക്സെഞ്ചർ എന്ന് പറഞ്ഞ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, ബാംഗ്ലൂർ. അച്ഛൻ കൃഷ്ണൻ ഉണ്ണി ex-NRI ആണ്. അമ്മ ജ്യോതി. ഇവർ ഒറ്റപ്പാലം തോട്ടക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ നന്നായിട്ട് അറിയുന്നൊരു ഫാമിലിയാണ്. കാരണം എൻ്റെ നൈബറും കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും അടുത്തായിട്ട് തന്നെയാണ് അവർ താമസിക്കുന്നത്. നല്ലൊരു എക്സലൻറ്റ് ഫാമിലിയാണ്. ആർക്കെങ്കിലും, അതായത് നമ്മൾ പറയില്ലേ ഒരു തറവാട്ടുകാരെ നമുക്ക് നോക്കണം എന്നൊക്കെ ഉള്ളൊരു ഇങ്ങനെയൊക്കെയുള്ളൊരു കണ്ടീഷനൊക്കെ വരുമ്പോൾ നല്ലൊരു തറവാട്ടിൽ നിന്നുള്ള കുട്ടിയാണ് ഈ അഞ്ജന ഉണ്ണി. അഞ്ജന ഉണ്ണിയുടെ അമ്മ, അച്ഛൻ ഇവരെ ഞാൻ നന്നായിട്ട് അറിയും. അമ്മമ്മയെ ഞാൻ നന്നായിട്ട് അറിയും. ഈ കുട്ടിയൊക്കെ പിന്നെ പഠിക്കുന്ന കാലത്തൊക്കെ എന്നോ കണ്ടിട്ടുള്ളതാണ്. ഞാൻ പിന്നെ അതിന് ശേഷം ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടൊന്നുമില്ല. കാരണം ആ കുട്ടി ഇപ്പോഴും ബാംഗ്ലൂരാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ഹൈറ്റ് ഞാൻ പറയാം, 167 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ്, 48 kg. അപ്പർ മിഡിൽ ക്ലാസ് ആണ് ആ കുട്ടി. അവരുടെ ഫാമിലി അപ്പർ മിഡിൽ ക്ലാസ് ആണ്. ഒരിക്കൽ കൂടെ അഞ്ജന ഉണ്ണിയെക്കുറിച്ച് ഞാൻ പറയാം. അഞ്ജന ഉണ്ണി, മകൻ നക്ഷത്രം, 1.5 ദോഷം, അക്സെഞ്ചർ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു. MSc മാത്തമാറ്റിക്സ് ആണ് ആ കുട്ടിയുടെ സബ്ജക്റ്റ്, പാസ്സായിരിക്കുന്നത്. ഇപ്പോൾ ബാംഗ്ലൂരിൽ അക്സെഞ്ചറിൽ വർക്ക് ചെയ്യുന്നു. അച്ഛൻ കൃഷ്ണൻ ഉണ്ണി ex-NRI, അമ്മ ജ്യോതി ഹൗസ് വൈഫ്, അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി, 167 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 48 kg വെയ്റ്റ്. ഒറ്റപ്പാലം സ്വദേശി, ഒറ്റപ്പാലത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഒറ്റപ്പാലത്ത് നിന്ന് തോട്ടക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ കുട്ടിയുടെ വീട്. അപ്പോൾ ആരൊക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാ വീഡിയോകളിലും പറയുന്ന ആ കാര്യം ഒരിക്കൽ കൂടി ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മാട്രിമോണിയൽ സൈറ്റിൽ ജോയിൻ ചെയ്തു അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തു എന്നതുകൊണ്ട് മാത്രം വിവാഹം നടക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ആദ്യം നമ്മൾ അച്ഛൻ, അമ്മ, കുട്ടികളുമായിട്ട് സംസാരിക്കണം. ആർക്കാണോ വിവാഹം നോക്കുന്നത് വെച്ചാൽ ആ കുട്ടിയായിട്ട് സംസാരിക്കണം. എന്തൊക്കെയാണ് ആ കുട്ടിക്ക് പറയാനുള്ളത് വെച്ചാൽ മൊത്തം കേൾക്കാൻ ശ്രമിക്കുക.
പലതും ആ കുട്ടികൾക്ക് പറയാനുണ്ടാവും. പല വീടുകളിലും ഞാൻ കാണുന്ന ഒരു കാഴ്ച, അച്ഛൻ എന്താണോ പറയുന്നത് അല്ലെങ്കിൽ അമ്മ എന്താണോ പറയുന്നത് അതാണ് അവിടുത്തെ ഫൈനൽ സംഭവം. വീട്ടിൽ മറ്റുള്ളവർക്കൊന്നും പ്രത്യേകിച്ച് വോയിസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ കുട്ടികൾക്ക് പലതും പറയാനുണ്ടെങ്കിൽ അവർ പേടിച്ചിട്ട് പറയില്ല. കാരണം അച്ഛൻ പറഞ്ഞത് കേൾക്കണം അല്ലെങ്കിൽ അമ്മ പറഞ്ഞത് കേട്ടോളണം എന്നുള്ളതാണ് പല വീടുകളിലും കാഴ്ച. ഇനിയിപ്പോൾ ഇതൊന്നും അല്ലെങ്കിലും കുട്ടികളായിട്ട് നന്നായിട്ട് സംസാരിക്കില്ല. എന്തൊക്കെയാണ് കല്യാണം നോക്കുമ്പോൾ പോയിട്ട് രജിസ്റ്റർ ചെയ്യാൻ ഏതെങ്കിലും ഒരു മാട്രിമോണിയിൽ അങ്ങോട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ, നമ്മുടെ പണി കഴിഞ്ഞു. ഇതാണ് പൊതുവേ ഉള്ളൊരു ചിന്താഗതി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു എഫേർട്ട് എടുക്കുന്നില്ല. അഥവാ എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് നന്നായിട്ട് കൃത്യമായിട്ട് മനസ്സിലാവും. അത് കൃത്യമായിട്ട് മനസ്സിലാകുമ്പോൾ നമ്മൾ തന്നെ ഒരു വിവാഹം നടക്കാനായിട്ട് എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങും. ഇവിടെ ഇപ്പം എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസ് എല്ലാം ജ്യോതിഷ പണ്ഡിതന്മാരാണ്. ഇത്രയും ജ്യോതിഷം മനസ്സിലാക്കി വെക്കേണ്ട കാര്യമുണ്ടോ ഒരു വിവാഹം നടക്കാനായിട്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജ്യോതിഷം അറിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ വർത്തമാനം പറയാതിരിക്കുക. ഞാൻ ജ്യോതിഷത്തിന് എതിരല്ല. ജ്യോതിഷത്തിനോടുള്ള അപ്രോച്ചാണ് നമ്മളുടെ മാറേണ്ടത്. ഒരു പ്രൊഫൈൽ കിട്ടി, ഒരു ആൺകുട്ടിയുടെ പ്രൊഫൈൽ കിട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ പ്രൊഫൈൽ കിട്ടിയെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അതൊക്കെ വായിച്ച് മനസ്സിലാക്കുക. അത് ഓക്കെയാണ്. ആ പ്രൊഫൈൽ വായിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും അവരോട് ഫോട്ടോ, ഹോറോസ്കോപ്പൊക്കെ ആവശ്യപ്പെടുക. ഹോറോസ്കോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളായിട്ടൊരു മുൻവിധി നടത്തരുത്. അയ്യോ ഈ നാൾ ചേരില്ല, അത്ര ദോഷമാണ്, ഇത്ര ദോഷമാണ്, ശുദ്ധ